മുത്തശ്ശി മുത്തശ്ശി നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ഓ പിന്നെ ഈ കറങ്ങാൻ പോണെങ്കിൽ എത്ര കാശ് വേണമെന്ന് വെച്ചിട്ടാ? നിന്റെ അച്ഛനെ കൂട്ടിയിട്ട് കറങ്ങാൻ പോയിക്കോ, എൻ്റെ കയ്യിലൊന്നുമില്ല കറങ്ങാൻ കാശ്. അച്ഛൻ ചെലവ് നടത്താനൊക്കെ മുത്തശ്ശിന്റെ കയ്യിലല്ലേ കാശ് തരിക, അപ്പം മുത്തശ്ശി താ ഞങ്ങൾക്ക് കാശ്. നിന്റെ അച്ഛന് ആ തരുന്ന ചെലവിന് കാശേ നിങ്ങൾക്കൊക്കെ ഉരുട്ടി ഉരുട്ടി തിന്നാൻ വേണ്ടിയിട്ട് തരുന്ന കാശാ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നില്ലേ ഞാൻ? ഓ പിന്നെ കറങ്ങാനല്ലേ ഇപ്പോൾ, ഇനി വേറെ കാശ്. അതിൽ നിന്നേ മര്യാദയ്ക്ക് മിച്ചം വയ്ക്കാൻ കിട്ടുന്നില്ല, ഇനി അത് മിച്ചം വെക്കുന്ന ആ ഇത്തിരി കാശിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇനി കറങ്ങാനും കൂടെ തരണോ? എന്നിട്ട് എൻ്റെ ആവശ്യത്തിന് എന്തിനെങ്കിലും മോനെ കാശ് തട്ടറാ, എനിക്ക് അത് വാങ്ങിക്കാനാടാ ഇത് വാങ്ങിക്കാനാടാ എന്ന് പറഞ്ഞ് തെണ്ടാനാണോ? നീ എന്തിനാടാ ഞാൻ കാര്യമായിട്ട് ഓരോന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? പിന്നെ ഞാൻ ഇതുപോലെ ദേഷ്യപ്പെടണോ മുത്തശ്ശിനോട്? എടാ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തർക്കുത്തരം പറയുന്നവനെ, നിന്റെ ഈ തർക്കുത്തരം പറച്ചിൽ നല്ലതല്ല. നിന്റെ അമ്മയുടെ അതേ സ്വഭാവം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഇന്ന് എൻ്റെ അമ്മയുടെ മണ്ടക്കിടെയെല്ലാം. മുത്തശ്ശി എൻ്റെ അമ്മനെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞ് നല്ല തല്ല് വാങ്ങിച്ചു തരും. അവരുടെ അമ്മനെ പറഞ്ഞ രണ്ടാൾക്ക് പൊള്ളും. ഓ പിന്നെ ഒന്ന് പോടാ ഞാനൂളുകളെ. ഞാൻ നിങ്ങൾക്ക് കറങ്ങാൻ പോവാൻ കാശ് തരില്ല, പോയി പണി നോക്ക്. അല്ലെങ്കിൽ മുത്തശ്ശി തരുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ മുത്തശ്ശനോട് വാങ്ങിച്ചോളാം. പിശിക്കി മുത്തശ്ശി, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മുത്തശ്ശി. എടാ നന്ദിയില്ലാത്ത സാധനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ കറങ്ങാൻ പോകാൻ കാശ് തരില്ല പറഞ്ഞതിന് എന്തൊക്കെയാടാ നീ എന്നെ പറയുന്നേ? നിനക്ക് നിങ്ങളുടെ അച്ഛൻ വരട്ടെ, അവൻ്റെ ചെറി ഞാൻ അടിച്ച് പൊളിക്കുന്നുണ്ട്. മക്കളെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് ചോദിക്കണം. മുത്തശ്ശി പോയി പറഞ്ഞു കൊടുത്ത് പാലും പായസം കൊണ്ടുപോവാ. എടാ നിങ്ങളെ ടീച്ചർമാർ സ്കൂളിൽ ഇതാണോ പഠിപ്പിക്കുന്നത്? നിനക്ക് ഞാൻ വരുന്നുണ്ട് സ്കൂളിലേക്ക്, നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറെന്ന് എനിക്ക് കാണണം. ആ വാ എൻ്റെ സ്കൂളിലേക്ക് വാ. അല്ല പിന്നെ മുത്തശ്ശി മാത്രം നല്ലത്, മുത്തശ്ശി പറയുന്ന കൂറ കൂറ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞ് ഞങ്ങൾ ദുഷ്ടന്മാരെ അല്ലേ? മുത്തശ്ശി നല്ലതും ഞങ്ങൾ ഈ ബാക്കിയുള്ള ഈ വീട്ടിലുള്ള എല്ലാവരും ചീത്തയും. അല്ലെങ്കിൽ മുത്തശ്ശിനെ ഒന്ന് ടീച്ചറെ കാണണം എന്ന് വെച്ചിട്ടിരിക്കുന്നേ. മുത്തശ്ശി വാ, അപ്പോൾ ടീച്ചറിന്റെ വായിൽ നിന്നുള്ളതും കൂടെ കേൾക്കാം. മുത്തശ്ശിന്റെ സ്വഭാവമൊക്കെ നാട്ടിൽ പാട്ടല്ലേ? എന്റെ സ്വഭാവം എന്താടാ നാട്ടിലെ പാട്ട്? മിണ്ടാതിരുന്നവിടെ പൊയ്ക്കോ മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന്. നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടികളല്ലേ ഞങ്ങൾ, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് വിഷുവിനൊരു 10 രൂപ പോലും തരാൻ മനസ്സ് കാണിച്ചില്ലല്ലോ. മുത്തശ്ശിന്റെ മോളും കുട്ടികളും വന്നപ്പോൾ മുത്തശ്ശി കൊടുത്തല്ല ആ കുട്ടികൾക്കൊക്കെ. അത് പിന്നെ എൻ്റെ മോളുടെ ഭർത്താവ് എനിക്ക് തന്നു കാശ്. അപ്പൊ പിന്നെ ആ കാശിന് ഒരു 10 രൂപ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അതിന് നിങ്ങൾക്ക് എന്താടാ? നിന്റെ അച്ഛൻ തന്നിട്ടുണ്ടോ എനിക്ക് ഈ വിഷുവിന് കാശ്? അച്ഛനല്ലേ അമ്മമ്മയ്ക്ക് ഒരു 100 രൂപയുടെ 10 നോട്ടുകൾ 1000 രൂപ തന്നത്? മുത്തശ്ശിനും കൊടുത്തല്ലോ അച്ഛൻ അതുപോലെ. എന്നിട്ട് മുത്തശ്ശി ഞങ്ങൾക്ക് 2 പേർക്കും 100 രൂപ വെച്ച് തന്നല്ലോ. മുത്തശ്ശി 100 രൂപ വെച്ച് നിങ്ങൾക്ക് തന്നോ? ആ തന്നല്ലോ. നിക്ക് അങ്ങേരും ഇങ്ങോട്ട് വരട്ടെ. 100 രൂപ വെച്ച് കൊടുത്തിരിക്കുന്നു. മുത്തശ്ശിക്ക് എന്താ? ഞങ്ങളുടെ മുത്തശ്ശിനല്ലേ തന്നെ ഞങ്ങൾക്ക്. മുത്തശ്ശിയുടെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ നീ വേണമെന്ന് പറഞ്ഞാലേ ഞാൻ തരുന്ന പ്രശ്നമില്ല. ഓ എന്തൊരു മുത്തശ്ശിയാണിത്. അല്ലെങ്കിൽ കറങ്ങാൻ പോവാൻ കാശ് മുത്തശ്ശിനോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു വേണ്ട മുത്തശ്ശിനോടൊന്നും ചോദിക്കണ്ടാന്ന്. ഓഹോ അപ്പൊ നിന്റെ അമ്മ പറഞ്ഞു വിട്ടതാണല്ലേ എൻ്റെ അടുത്തേക്ക് ടൂർ പോവാൻ കാശ് വാങ്ങിച്ചിട്ട് വാന്ന് പറയാനില്ലേ? ആ ആണെങ്കിൽ എന്താ, ഞങ്ങളുടെ അച്ഛൻ്റെ കാശല്ലേ, മുത്തശ്ശിക്ക് എന്താ? പോടാ ചക്ക അവിടുന്ന്. അല്ലെങ്കിലും മുത്തശ്ശി എന്നാ ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത്? മുത്തശ്ശിക്ക് എപ്പോഴും മുത്തശ്ശിയുടെ മോളുടെ കുട്ടികളെ മാത്രമേ സ്നേഹമുള്ളൂ. ഞങ്ങളെ 2 പേരെയും എന്നും സ്നേഹിക്കില്ല. ഞങ്ങളെ 2 പേരെ എന്നും ചീത്ത പറയും. കണ്ണുനീര് ഒലിപ്പിക്കാതെ പോടാ റൂമിലേക്ക്. എന്തായാലും ഞാൻ കറങ്ങാൻ പോകാൻ നിങ്ങൾക്ക് കാശ് തരുന്ന പ്രശ്നമല്ല. കറങ്ങാനെന്ന് മാത്രമല്ല ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഞാൻ പൈസ തരുന്ന പ്രശ്നമല്ല. ഞങ്ങൾ പോവുക, ഞങ്ങൾക്കൊന്നും വേണ്ട മുത്തശ്ശി. വാടി ചോദിച്ചു നമുക്ക് പോവാം. ഓ പിന്നെ കറങ്ങാൻ പോകാൻ കാശ് ചോദിച്ച് വന്നിരിക്കുകയാണ് 2 പേരക്കുട്ടികൾ. ഇമ്മിണി കൊടുത്തത് തന്നെ ഞാൻ. എന്താ കൂട്ടുകാരെ, എന്നെപ്പോലെ ഭയങ്കരികളായ മുത്തശ്ശിമാർ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടോ? എന്തായാലും ഞാൻ അത്ര ഭയങ്കരയായ മുത്തശ്ശിയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ വീഡിയോയിൽ എത്താൻ വേണ്ടി ഞങ്ങൾ അഭിനയിക്കുന്നതാണ്. എന്തായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. എന്നാൽ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നാളെ എത്താം.